ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബിഗ് സ്റ്റുഡിയോ. ചാമ്പ്യൻസ് ട്രോഫിയുടെ രണ്ടാം സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ 50 റൺസിന് കീഴടക്കി ന്യൂസിലാൻഡ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കിയിരിക്കുകയാണല്ലോ. മത്സരത്തിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ച താരമാണ് ന്യൂസിലാൻഡിൻ്റെ കെയ്ൻ വില്യംസൺ. മത്സരത്തിൽ ആദ്യം പറ്റുന്ന ന്യൂസിലാൻഡിന് വേണ്ടി ഒരു തകർപ്പൻ സെഞ്ചുറി പ്രകടനമായിരുന്നു കെയ്ൻ വില്യംസൺ കാഴ്ചവെച്ചത്. അതുമാത്രമല്ല, ചാമ്പ്യൻസ് ട്രോഫിയിൽ വളരെ സ്ഥിരതയാർന്ന പ്രകടനം തന്നെയാണ് ന്യൂസിലാൻഡിൻ്റെ മുൻ നായകൻ കൂടിയായിട്ടുള്ള വില്യംസൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരത്തിൽ 50 റൺസിനായിരുന്നു സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കിയിട്ടുള്ളത്. SIKയായിട്ടുള്ള രണ്ടാം സെമി ഫൈനലിലെ തകർപ്പൻ സെഞ്ചുറിയോട് കൂടി ഒരു എലൈറ്റ് ലിസ്റ്റിലേക്ക് ഇപ്പോൾ കെയ്ൻ വില്യംസൺ എത്തിച്ചേർന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 19,000 റൺസ് തികയ്ക്കുന്ന ലോകത്തിലെ തന്നെ 16ാമത്തെ താരവും ന്യൂസിലാൻഡിൻ്റെ ആദ്യ താരമെന്ന റെക്കോർഡും ഇനി കെയ്ൻ വില്യംസന് സ്വന്തമാണ്. കഴിഞ്ഞ ദിവസം നടന്ന SIKയായിട്ടുള്ള സെമി ഫൈനലിൽ സെഞ്ചുറി അടിച്ചതോടുകൂടിയാണ് 19,000 റൺസ് എന്ന 19K ക്ലബിലേക്ക് ഇപ്പോൾ കെയ്ൻ വില്യംസൺ എത്തിപ്പെട്ടിട്ടുള്ളത്. ഡേവിഡ് വാർണറെ മറികടന്നാണ് കെയ്ൻ വില്യംസൺ ഇപ്പോൾ ആ ഒരു 16ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം മറ്റാരുമല്ല, ഇന്ത്യയുടെ സച്ചിൻ ടെണ്ടുൽക്കറാണ്. 34,357 റൺസാണ് സച്ചിൻ നേടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് കുമാർ സംഗക്കാര 28,016 റൺസും. മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലിയുമാണ്. 27,598 റൺസാണ് വിരാട് കോഹ്ലിയുടെ സമ്പാദ്യം. നാലാം സ്ഥാനത്ത് ഓസ്ട്രേലിയയുടെ റിക്കി പോണ്ടിങ് 27,483 റൺസും. അഞ്ചാം സ്ഥാനത്ത് 25,957 റൺസുമായി ശ്രീലങ്കയുടെ മഹേല ജയവർദ്ധനയും. ആറാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്കയുടെ ജാക്കസ് കാലിസുമാണ്. 25,536 റൺസാണ് കാലിസിൻ്റെ സമ്പാദ്യം. ഏഴാം സ്ഥാനത്ത് ഇന്ത്യയുടെ രാഹുൽ ദ്രാവിഡ് 24,208 റൺസും. എട്ടാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ബ്രയാൻ ലാറയുമാണ്. 22,358 റൺസാണ് ലാറയുടെ സമ്പാദ്യം. ഒമ്പതാം സ്ഥാനത്ത് ശ്രീലങ്കയുടെ സനത് ജയസൂര്യയും. പത്താം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസിലെ ശിവനരൻ ചന്ദ്രപോളും. പത്താം സ്ഥാനത്ത് ഇംഗ്ലണ്ടിൻ്റെ ജോ റൂട്ടുമാണ്. 11ാം സ്ഥാനത്ത് പാകിസ്ഥാൻ്റെ ഇൻസമാം മുഹ്ലക്കും 20,580 റൺസാണ് ഇൻസമാമിൻ്റെ അന്താരാഷ്ട്ര ഫോർമാറ്റിലെ റൺസ് എന്ന് പറയുന്നത്. 12ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്കയുടെ ABD വില്ലിയേഴ്സാണ്. 20,014 റൺസാണ് ഡിവില്ലിയേഴ്സിൻ്റെ സമ്പാദ്യം. 13ാം സ്ഥാനത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 19,627 റൺസും. 15ാം സ്ഥാനത്ത് ക്രിസ് ഗെയിൽ 19,593 റൺസ് നേടിയപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ 16ാം സ്ഥാനത്തേക്ക് കെയ്ൻ വില്യംസൺ എത്തിച്ചേർന്നിട്ടുള്ളത്. 19,075 റൺസാണ് വില്യംസൻ്റെ അന്താരാഷ്ട്ര ഫോർമാറ്റിലെ സമ്പാദ്യം. തൊട്ടുപിറകിൽ ഓസ്ട്രേലിയയുടെ ലെജൻഡറി പ്ലെയർ ഡേവിഡ് വാർണറാണ്. 18,995 റൺസ് നേടിയ വാർണറെയാണ് ഇപ്പോൾ കെയ്ൻ വില്യംസൺ പിന്തള്ളപ്പെടുത്തിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ഫോർമാറ്റിൽ ഏറ്റവും വേഗത്തിൽ 19,000 റൺസ് നയിക്കുന്ന 16ാമത്തെ താരം, ലോകത്തിലെ തന്നെ 16ാമത്തെ താരവും ന്യൂസിലാൻഡിൻ്റെ ആദ്യ താരവുമായി മാറിയിരിക്കുകയാണ് കെയ്ൻ വില്യംസൺ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.